ചൈവ നരോത്തമം ദേവ്യം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം. ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. ഇന്ന് നാം എടുക്കുന്നത് വളരെ വിശേഷപ്പെട്ട നമ്മുടെ കണ്ണാടി എന്ന് വിശേഷിപ്പിക്കുന്ന ഗുണത്രയ വിഭാഗ യോഗം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന പ്രധാനപ്പെട്ട അധ്യായമാണ്. ഈ അധ്യായത്തിലെ ഭഗവാന്റെ ഓരോ വാക്കുകളും വാചകങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ തറയ്ക്കും. ഈശ്വര, ഭഗവാനെ, കൃഷ്ണ, ഗോവിന്ദ, അച്യുത, ഇതെല്ലാം എന്നെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ഒരു പക്ഷെ ചിന്തിച്ചു പോയിന്നായിരിക്കും. കാരണം പരമാത്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ അറിയാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. കാരണം പലപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് പല ഡിവോട്ടീസും പറയുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് ആദ്യമേ പറഞ്ഞു എന്ന് മാത്രം. ഭഗവാൻ വിശ്ലേഷണ രീതിയിൽ ആ അനലറ്റിക്കലായിട്ട് ഭഗവാന്റെ വിഭൂതിത്വം, ഭഗവാന്റെ ആ പരമാത്മസ്വരൂപിയായിട്ട് എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നാം 10-ാം അധ്യായത്തിൽ കണ്ടു. 11-ാം അധ്യായത്തില് സംശ്ലേഷണ രീതിയിൽ അത് സിന്തറ്റിക്കലായിട്ട് അത് കാണിച്ചു തരികയും ചെയ്തു. ഭഗവാൻ അർജുനന് വിശ്വാസമായി. അർജുനൻ പറഞ്ഞു, അങ്ങ് തന്നെയാണ് സർവലോക മഹേശ്വരൻ. ആധ്യാത്മിക ലോകങ്ങളുടെയും ഭൗതിക ലോകങ്ങളുടെയും എല്ലാത്തിന്റെയും നിയാമകൻ, നിയന്താവ്, സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തി അങ്ങ് തന്നെയാണ് മഹാവിഷ്ണു, അങ്ങ് തന്നെയാണ് പരമശിവൻ, അങ്ങ് തന്നെയാണ് ബ്രഹ്മാവ്. എല്ലാം അങ്ങ് തന്നെ, അങ്ങയല്ലാതെ ഒന്നുമില്ല. സർവംഖിലിതം ബ്രഹ്മം എന്നെല്ലാം വേദാന്തികൾ പറയുന്ന പോലെ അർജുനനും സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് സർവാത്മന വീണ്ടും ശരണം പ്രാപിച്ചു. കഴിഞ്ഞ 2-ാം അധ്യായത്തിൽ ആരംഭിച്ച അവസാനം വരെ എങ്ങനെയാണ് ഗുരുശിഷ്യ സംവാദത്തിലായിരുന്നു. പക്ഷെ മുമ്പിൽ കാണുന്ന വ്യക്തി സാധാരണ വ്യക്തിയല്ല, ഈശ്വരനാണ്, ഭഗവാനാണ്, പരമനിരപേക്ഷ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അർജുനൻ വീണ്ടും ദണ്ഡ നമസ്കാരം ചെയ്തു. മുമ്പിലും പിമ്പിലും ഇടതുവശത്തും വലതുവശത്തും എന്ന് വേണ്ട തന്റെ മാപ്പുകളെല്ലാം പൊറുക്കണേ, ഞാൻ എന്തെല്ലാം തെറ്റുകളാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തത്, അറിയാതെ ചെയ്തത്, എല്ലാം എന്നോട് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോടെന്ന പോലെ, ഒരു അച്ഛൻ മകനോടെന്ന പോലെ, അല്ലെങ്കിൽ ഒരു അമ്മ മകനോടെന്ന പോലെ എല്ലാം ക്ഷമിക്കണേ എന്ന് പറഞ്ഞു.
ഭഗവാൻ പറഞ്ഞു, ശരി, നീ ഇന്നു മുതൽ എന്റെ പരിശുദ്ധ ഭക്തനാണ്, നീ ആദ്യമേ തന്നെയാണ്, അതുകൊണ്ടാണല്ലോ നിനക്ക് ഞാൻ ഈ ഭഗവത്ഗീതയെല്ലാം ഉപദേശിച്ചത്, നീ അതിന് ശ്രേഷ്ഠനാണ്, നിനക്ക് എന്നോട് അസൂയൊന്നുമില്ല. ഇനി ചെറിയ നമ്മൾ തമാശ രൂപേണ സുഹൃത്ത് ഭാവത്തിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതൊന്നും വിരോധമല്ല. അർജുന, എഴുന്നേൽക്കൂ, എന്റെ ഭക്തനാവൂ, ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കൂ, നീ നിന്റെ സ്വധർമ്മത്തെ ആചരിക്കൂ എന്നെല്ലാം പറഞ്ഞ് കർമ്മയോഗത്തിന് വീണ്ടും പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഏതു ഭാവത്തിലാണ് അങ്ങയെ ഞാൻ ഉപാസിക്കേണ്ടത്? കാരണം അങ്ങ് ശ്യാമസുന്ദര രൂപത്തില്, ദ്വിഭുജ രൂപത്തിൽ എന്റെ മുന്നിൽ നിൽക്കുന്നു, ആ രൂപത്തിലാണോ ഞാൻ ആരാധിക്കേണ്ടത്? അല്ല, അങ്ങ് ചതുർഭുജ രൂപം എടുത്തൂലോ, മഹാവിഷ്ണുവിന്റെ രൂപം എടുത്തൂലോ, ആ രീതിയിലാണോ ഞാൻ ഉപാസിക്കേണ്ടത്? അല്ല, അങ്ങ് വിശ്വരൂപം അഥവാ വിരാട് രൂപം സ്വീകരിച്ചുല്ലോ, ആ രൂപത്തിലാണോ സ്വീകരിക്കേണ്ടത്? അല്ല, അങ്ങ് എല്ലാത്തിലും ഉണ്ടെന്നുള്ള വിചാരത്തിൽ അവ്യക്ത രൂപത്തിലാണോ ഞാൻ ഉപാസിക്കേണ്ടത് എന്നെല്ലാം ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ആ ശ്യാമസുന്ദര രൂപത്തിൽ തന്നെ നീ ഉപാസിച്ചോളൂ, അതാ നല്ലത്. വിഗ്രഹാരാധന രൂപത്തില്, അവ്യക്ത രൂപത്തില്, രൂപമില്ലാത്ത ഗുണമില്ലാത്ത ഒരു അവസ്ഥയില് ചിലപ്പോ സാധാരണക്കാർക്ക് പറ്റില്ല. അതെല്ലാം ആ തലത്തിലെത്തിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് വിശ്വരൂപവും വിരാട് രൂപവും ചതുർഭുജ രൂപവും അവ്യക്ത രൂപവുമല്ല, മറിച്ച് ആ ശ്യാമസുന്ദര എന്നെ ഇപ്പൊ ഈ കാണുന്ന വിധത്തിൽ അങ്ങോട്ട് ഉപാസിച്ചാൽ മതി, നിനക്ക് പരമപദത്തെ പ്രാപിക്കാമെന്ന് പറഞ്ഞ് ഉപസംഹരിക്കുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ എല്ലാത്തിന്റെയും അതീതനാണെന്ന് കാണിച്ചു കൊടുക്കണം അദ്ദേഹത്തിന്. അതായത് ശ്രേഷ്ഠരായിട്ടുള്ള ഭൂമിയിലെ ജനങ്ങളെക്കാളും ദേവന്മാരെക്കാളും ഇനി വൈകുണ്ഠ ലോകത്തില് അനേകാവതാരങ്ങളുണ്ട്, വിസ്തരണങ്ങളുണ്ട്, വിഭൂതികളുണ്ട്, അവിടെയും പരിശുദ്ധ ഭക്തന്മാരുണ്ട്. അവര് അക്ഷരപുരുഷന്മാരെന്ന് പറയുന്നു. നമ്മളെല്ലാം ക്ഷരപുരുഷന്മാരാണ്. ഭഗവാൻ ക്ഷരപുരുഷന്മാർക്കും അക്ഷരപുരുഷന്മാർക്കും അതീതനാണ്. അത് തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞ അധ്യായത്തിൽ വിസ്തരിച്ച് ക്ഷരപുരുഷൻ ആരാണ്, അക്ഷരപുരുഷൻ ആരാണ്, ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ ആരാണ്, ആധ്യാത്മിക പ്രകൃതി എന്ത്, ഭൗതിക പ്രകൃതി എന്ത് എന്നെല്ലാം വിസ്തരിച്ചു. അങ്ങനെ പ്രകൃതിയും പുരുഷം ചെയ്വ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവച എന്നുള്ള അർജുനന്റെ ചോദ്യത്തിന് നല്ലപോലെ കഴിഞ്ഞ അധ്യായത്തിൽ വിസ്തരിച്ച് ഉപന്യസിച്ചു ഭഗവാൻ. ഇനി ഭഗവാൻ അതിനോട് ചേർന്നിട്ട് തന്നെ അർജുനൻ ചോദിക്കാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹം വന്നു. കാരണം ഈ ഭക്തിഭാവത്തിലെത്താനായിട്ട് കുറച്ച് ശുദ്ധീകരണ പ്രക്രിയ ആവശ്യമുണ്ട് നമുക്ക്. സാധാരണ വ്യക്തികൾക്കൊന്നും ചിലപ്പോ ആ പരിശുദ്ധ ഭക്തന്മാരാകാനായിട്ട് സാധിക്കില്ല. അപ്പോ പരമാത്മ സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ അർജുനന്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അർജുനൻ ചോദിക്കാതെ തന്നെ അർജുനന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന കാഴ്ചയാണ് ഈ അധ്യായത്തിൽ കാണാം. പല അധ്യായങ്ങളും ആരംഭിക്കുന്നത് ഭഗവാന്റെ പ്രസ്താവനയോട് കൂടിയിട്ടാണ്. ചില അധ്യായങ്ങളാകട്ടെ അർജുനന്റെ ചോദ്യത്തോടു കൂടിയും. ഇവിടെ അർജുനൻ ചോദിക്കാതെ തന്നെ ഭഗവാൻ ഉത്തരം പറയുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തില്. കാരണം അധ്യായങ്ങളെല്ലാം നിലവിൽ വന്നിട്ട് ഭഗവത്ഗീതയെ 18 അധ്യായങ്ങളായിട്ട് അല്ലെങ്കിൽ 3 ഷഡ്ഗങ്ങളായിട്ട് വേർതിരിച്ചതെല്ലാം ഈ അടുത്ത കാലഘട്ടത്തിലാണ്. അല്ലാതെ ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല, 12ാമത്തെ അധ്യായം കഴിഞ്ഞു അർജുന ഇനി 13ാമത്തെ പറയാം കേട്ടോളൂ, അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ തുടർച്ചയായിട്ട് കുറെ ശ്ലോകങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് സംശയം തോന്നിയിട്ടുള്ള അർജുനൻ സംശയം ചോദിക്കുകയും ഭഗവാൻ സംശയ നിവാരണത്തിനായി കുറെ ശ്ലോകങ്ങൾ വീണ്ടും ചൊല്ലിക്കൊടുത്തു. വീണ്ടും അർജുനന് ശങ്ക വന്നു. ആ ശങ്കയെ ദൂരീകരിക്കാനായിട്ട് ഭഗവാൻ വീണ്ടും കുറെ ശ്ലോകങ്ങൾ പറഞ്ഞു. ആ രീതിയിലാണ് ഭഗവത്ഗീതയുടെ പോക്ക്. 500 വർഷങ്ങൾക്ക് മുന്നോ 400 വർഷങ്ങൾക്ക് മുന്നൊന്നും ഉള്ള ഗ്രന്ഥത്തിലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗ്രന്ഥത്തിലോ ശങ്കരാചാര്യരുടെ ഗ്രന്ഥത്തിലോ ഒന്നും ഈ ഒരു അധ്യായത്തിന്റെ വിഭജനം കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് 200-250 വർഷമായിട്ടുള്ളോ എന്ന് വേണമെങ്കിൽ കരുതാം. മധുസൂദനൻ സരസ്വതി സ്വാമികളാണെന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നു ഹസ്താമലകനോ തോടാമലകനോ ആയിരിക്കാം എന്നെല്ലാം, പത്മപാദരോ അവരൊക്കെ ആയിരിക്കാം എന്ന് പറയുന്നു. ശരി, വിരോധമല്ലേ, നമുക്ക് ആരായാലും കുഴപ്പമില്ല. ഇവിടെ ഭഗവാന്റെ ആ ഒരു നിർദ്ദേശത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഭഗവാന് സ്നേഹം കൂടിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടത്, ഭഗവാൻ നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, ഭഗവത്ഗീത വിദ്യാർത്ഥികളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോ ഭഗവത്ഗീത വിദ്യാർത്ഥികളോട് ഭഗവാന് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് സാരം. അതുകൊണ്ട് എല്ലാവരും ഭഗവത്ഗീത വിദ്യാർത്ഥികളാവാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഇപ്രകാരം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ആരംഭിച്ചു. നമുക്കറിയാം ലോകത്തില് എത്രയോ കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. 1000 കോടി കടന്നു എന്നാണ് കഴിഞ്ഞ മാസം ആ സെൻസസ് നോക്കുന്നത്. ഈ 1000 കോടി ജനങ്ങളിലും ചിലപ്പോ 800 കോടി ജനങ്ങളും വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. കുറച്ചാളുകൾക്ക് മാത്രമേ ഒരേ സ്വഭാവമുള്ളൂ. അതും പറയാനൊന്നും പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ
നിങ്ങളുടെ മാതാപിതാക്കളുടെ 4 മക്കളോ 5 മക്കളോ വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. നിങ്ങളുടെ സത്സംഗത്തിൽ വരുന്ന 100 പേരും വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. നിങ്ങളുടെ വാർഡിലുള്ള 1800 പേരും വ്യത്യസ്ത സ്വഭാവക്കാരായിരിക്കും. കേരളത്തിലെ ജനങ്ങളും ഇപ്രകാരം തന്നെ, ഇന്ത്യയിലെ ജനങ്ങളും ഇപ്രകാരം തന്നെ. നമുക്ക് അത്ഭുതം തോന്നും, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? മാതാപിതാക്കൾ ഒന്നല്ലേ, വീട് ഒന്നല്ലേ, കഴിക്കുന്ന ഭക്ഷണം ഒന്നല്ല, ജീവിത രീതികൾ ഒന്നല്ലേ, കാലാവസ്ഥ ഒന്നല്ല, പിന്നെ എങ്ങനെയാണ് വ്യത്യസ്ത സ്വഭാവങ്ങൾ വരുന്നത് പലർക്കും എന്ന് ചിന്തിക്കാം. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആർക്കിടെക്റ്റ് ആണ്, സിവിൽ എഞ്ചിനീയർ ആണ്. ആ സമയത്ത് പെയിന്റിന്റെ ആവശ്യം വരും. ആ പെയിന്റ് കടയിലേക്ക് പോയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാനായിട്ട്, കളർ സെലക്ട് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ 1800ഓളം ഷെയ്ഡുകൾ ഉണ്ട് അവിടെ, പല രീതികൾ. ചെറുത്, വലുത്, ചെറിയ, ഇളം നീല, ഇളം പച്ച. നിങ്ങൾക്കറിയാം, പെയിന്റ് കടയിൽ പോയി കഴിഞ്ഞാൽ അവർ ഷെയ്ഡ് ഇങ്ങനെ കാണിക്കും. അപ്പൊ അതിൽ 1800ഓളം ഷെയ്ഡുകൾ കാണിച്ചിട്ട് ഏതാ വേണ്ടതെന്ന് ചോദിക്കും നമ്മളോട്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇവിടെ 1800 ഡബ്ബകളിലാക്കിയിട്ട്, വലിയ വലിയ പ്ലാസ്റ്റിക് ബക്കറ്റുകളിലാക്കിയിട്ട് 1800 ഷെയ്ഡും വെച്ചിട്ടുണ്ടാവും. അതിൽ ഒരെണ്ണമായിരിക്കും നമുക്ക് എടുത്തു തരാന്ന്. പക്ഷെ നമ്മുടെ അത്ഭുതം എന്നേ പറയേണ്ടു, വെറും 3 കളർ അതിലുണ്ടാവുള്ളൂ. അവിടെ 3 കളർ അവിടെ വെച്ചിട്ടുണ്ടാവുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? പച്ച, നീല, വെള്ള, ഈ 3 കളർ മാത്രമേ അതിൽ വെച്ചിട്ടുണ്ടാവുള്ളൂ. പ്രാഥമിക കളർ, പ്രിലിമിനറി. ഈ 3 വർണ്ണങ്ങളെ കൊണ്ടാണ് മറ്റുള്ള സകല 1800 വർണ്ണങ്ങളും ഉണ്ടാക്കുന്നത്. അതുപോലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളായിട്ടുള്ള സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ലോകത്തിലെ സർവ്വജനങ്ങളെയും ഭഗവാൻ അല്ലെങ്കിൽ ഭൗതിക പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത്. അത്ഭുതം തോന്നും നിങ്ങൾക്ക്? എല്ലാവരിലും സത്വഗുണം, രജോ ഗുണം, തമോ ഗുണമുണ്ട്. പല പല വ്യത്യസ്തതല് 4-ാം അധ്യായത്തില് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശഃ എന്ന അധ്യായത്തിൽ നമ്മൾ ചെറുതായിട്ട് ഇതിനെ ഒന്ന് സ്പർശിച്ചിട്ടുണ്ട്, പക്ഷെ വിശദമായിട്ട് ചെയ്തിട്ടില്ല. ഈ അധ്യായത്തിലാണ് ഗുണത്തെ കുറിച്ച് പറയുന്നത്. കർമ്മ 18-ാം അധ്യായത്തിൽ ഇനി പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഗുണം എന്താണ്? ഒരു വസ്തുവിനെ അതാക്കി നിലനിർത്തുന്ന ഭൗതിക പ്രകൃതിയുടെ സവിശേഷത എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഏത് നിലപാടോട് കൂടിയിട്ടാണോ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് അതിനെ ഗുണം എന്ന് പറയുന്നു. ഗുണത്തിന് കയർ എന്നും അർത്ഥമുണ്ട്. നമ്മളെ ബന്ധിക്കുന്നത്, ഭൗതിക പ്രകൃതിയുമായി നമ്മെ ബന്ധിക്കുന്നത് എന്താണോ അതാണ് ഗുണം. ആ ഗുണത്തിൽ നിന്ന് എപ്പോഴാണോ, ആ കയറിൽ നിന്ന് എപ്പോഴാണോ നമുക്ക് മോചനം ലഭിക്കുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. എങ്ങനെയാണ് അതിന് കഴിയുക? എന്താണ് ഗുണം? ഗുണം കൊണ്ട് നിങ്ങൾക്കുള്ള ദോഷമെന്ത്, ഗുണമെന്ത്? അതിനെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ വിസ്തരിച്ച് പറയുന്നത്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ച് ഇത്രയും വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വിശദമായിട്ടുള്ള പ്രതിപാദനമാണ് ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ചിട്ട് ഇതിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കാം ഭഗവാൻ എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന്. ശ്രീ ഭഗവാനുവാച പരമനിരപേക്ഷ സത്യവും സച്ചിദാനന്ദ സ്വരൂപനും സർവലോക മഹേശ്വരനും ക്ഷരപുരുഷന്മാർക്കും അക്ഷരപുരുഷന്മാർക്കും അതീതനായ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള സർവചരാചരങ്ങളുടെയും സുഹൃത്തായിട്ടുള്ള സർവയജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ദാനധർമാദികളുടെയും എല്ലാം ഭോക്താവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ കുന്തിപുത്രനായിട്ടുള്ള അർജുനനോട് ഇപ്രകാരം പറഞ്ഞു. അല്ലയോ അർജുന, പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിദോ ഗതാഃ. അർജുന, നിന്നോട് ഞാൻ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. സർവവേദ വേദാന്ത സാര സർവസ്വമായിട്ടുള്ള ഭഗവത്ഗീത ഉപദേശിച്ചു കഴിഞ്ഞു. അതീന്ദ്രിയ ജ്ഞാനം എന്ന അധ്യായത്തിൽ നമ്മൾ കണ്ടു. രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന അധ്യായത്തിൽ കണ്ടു. കർമ്മയോഗമാകുന്ന 3-ാം അധ്യായത്തിലും കണ്ടു. എല്ലാം ഭഗവാൻ വിസ്തരിച്ചു പറഞ്ഞു. യാതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ മുനയഹ, മുനിമാര്, മുടിയും താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ആൾക്കാരല്ല, മനനം ചെയ്യുന്നവർ. ആ മുനിമാരെല്ലാം യാതൊന്നിനെ അറിഞ്ഞിട്ടാണോ പരമനിരപേക്ഷ സത്യത്തെ പ്രാപിച്ചിരിക്കുന്നത്, ആ പരംഭാവത്തെ, വൈകുണ്ഠ ലോകത്തെ പ്രാപിച്ചിരിക്കുന്നത്. ജ്ഞാനാനാം ജ്ഞാനമുത്തമം. അങ്ങനെയുള്ള ജ്ഞാനങ്ങളിൽ വെച്ച് പല പല ജ്ഞാനങ്ങളുണ്ട്. അതിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള രാജവിദ്യയായിട്ടുള്ള അതീന്ദ്രിയ ജ്ഞാനമാകുന്നതിനെ പരം ഭൂയഃ പ്രവക്ഷ്യാമി, വീണ്ടും ഞാൻ നിനക്ക് പറഞ്ഞു തരാം.
അല്ല പ്രഭു, ഇതുവരെ പറഞ്ഞതൊന്നും അപ്പോ ഭഗവാൻ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഭഗവാന് എത്ര പറഞ്ഞിട്ടും പൂർണ്ണത വരുന്നില്ല. കാരണം തന്നെ സ്നേഹിക്കുന്ന, തന്നെ ബഹുമാനിക്കുന്ന, തന്നെ ശരണം പ്രാപിച്ചിട്ടുള്ള ശിഷ്യന് അല്ലെങ്കിൽ ഭക്തന് എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും ഒരു ആധ്യാത്മിക ഗുരുവിന് സന്തോഷം വരില്ല. വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കണം, അവൻ എന്റെ തലത്തിലേക്ക് എത്തിക്കണം, അവൻ എന്നെക്കാളും കേമനാക്കണം. അങ്ങനെയാണ് ഓരോ അധ്യാപകന്റെയും ആധ്യാത്മിക ഗുരുവിന്റെയും ചിന്തകൾ. മാത്രമല്ല, മുമ്പ് മിത്രഭാവത്തിലായിരുന്നു, പിന്നീട് ഗുരു ശിഷ്യഭാവത്തിലായി, ഇപ്പോഴാകട്ടെ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഭാവത്തിലാണ്. അപ്പൊ അതുകൊണ്ട് വീണ്ടും കുറച്ച് പ്രേമം കൂടും, ഉത്തരവാദിത്വം കൂടും, ബഹുമാനവും കാരുണ്യവും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അല്ല, ഈ ആവർത്തിച്ച് ഉപദേശിക്കുമ്പോ ഒരു ഇത് വരില്ലേ? ഇല്ല. ആധ്യാത്മിക രഹസ്യങ്ങള്, ആധ്യാത്മിക കാര്യങ്ങളൊന്നും ഒരിക്കലും ബോറടിക്കില്ല. മാത്രമല്ല, വേദവ്യാസ മഹർഷി പല പല ടെക്നിക്ക് കൊണ്ട്, അദ്ദേഹത്തിന്റെ കരവിരുത് കൊണ്ട് ആവർത്തന വിരസത വരാത്ത രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പല വിഷയങ്ങളെ കുറിച്ചിട്ടാണ്. ചില വാക്കുകളെല്ലാം ചിലപ്പോൾ ആവർത്തിച്ചു വരുന്നു എന്നതല്ലാതെ മറ്റുള്ള ഒരു ആവർത്തന വിരസത അല്ലെങ്കിൽ ശ്ലോകങ്ങളുടെ ആവർത്തനം, ഇതൊന്നും നമുക്ക് ഭഗവത്ഗീതയിൽ കാണാനായിട്ട് സാധിക്കില്ല. ഇപ്രകാരം അർജുന, ഈ സംസാര സാഗരത്തിൽ നിന്ന്, ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് ബദ്ധാത്മാവായിട്ടുള്ള നീ മുക്താത്മാവായിട്ട്, പണ്ടുള്ള മഹർഷിമാരും മുനിമാരും ഋഷിമാരുമെല്ലാം എപ്രകാരമാണോ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോയത്, ആ ഒരു ജ്ഞാനത്തെ നിനക്ക് ഞാൻ വീണ്ടും ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. എന്താ അതിന്റെ പ്രത്യേകത? ഈ ജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഉണ്ടാവുക? ഇതം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേപി നോപജായന്തേ പ്രളയേന വദന്തി ജേ. അർജുന, ഈ ഒരു അതീന്ദ്രിയ ജ്ഞാനത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, ഇത് നല്ലപോലെ മനസ്സിലാക്കി ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതിനനുസരിച്ച് ജീവിതം നയിക്കുകയാണെങ്കിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തെ ആചരിച്ച് നല്ല രീതിയിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ എന്റെ സ്വരൂപത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും, മോക്ഷത്തെ പ്രാപിക്കാനായിട്ട് സാധിക്കും. ഇപ്രകാരമുള്ള ഒരു വ്യക്തി ലോക സൃഷ്ടിയുടെ ആരംഭത്തിൽ സർഗാദിയില് ഒരിക്കലും ദുഃഖിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല, അവൻ ജന്മമെടുക്കുന്നില്ല. അതേസമയം പ്രളയ സമയത്ത്, കൽപ്പത്തിന്റെ അവസാനത്തില് ദുഃഖിക്കുന്നുമില്ല. ഭഗവാന്റെ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. അതായത് സർഗാദിയില് അവൻ ജന്മം എടുക്കുന്നില്ല, അവന് സന്തോഷമൊന്നും വരില്ല. ഞാൻ ജനിച്ചുല്ലോ, ഓ എനിക്ക് സന്തോഷമായല്ലോ. കാരണം എന്താണ്? ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കണം. അപ്പൊ അതുകൊണ്ട് എന്റെ സ്വരൂപത്തെ അറിഞ്ഞവര്, ഈ അതീന്ദ്രിയ ജ്ഞാനം ഗ്രഹിച്ചവർക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വരില്ല. അവര് വൈകുണ്ഠ ലോകത്തിലെത്തുന്നു. കാരണം ജന്മം എടുത്തു കഴിഞ്ഞാൽ മരിക്കണം, ജന്മമൃത്യു ജരാവ്യാധികളെല്ലാം അനുഭവിക്കണം, താപത്രയങ്ങളെല്ലാം അനുഭവിക്കണം. പുനർജന്മന വിദ്യതേ, പുനർജന്മം എടുക്കേണ്ടി വരില്ല. ഇനി പ്രളയത്തിൽ ദുഃഖിക്കുന്നുമല്ല, അയ്യോ പ്രളയം വരാൻ പോകാണ്, ഞാൻ മരിക്കൂലോ, എന്റെ ഭൗതിക ശരീരം നശിക്കൂലോ, ഇനി എവിടെ ജന്മം എടുക്കേണ്ടി വരാ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ എന്നെ പ്രാപിച്ചവര്, എന്റെ ഈ സ്വരൂപത്തെ മനസ്സിലാക്കിയവര്, ഞാൻ ഭഗവാനാണ്, ഞാൻ പരമനിരപേക്ഷ സത്യമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. കാരണം എന്താണ്? അവരുടെ മരണശേഷം അവരുടെ ആത്മാവ് ആധ്യാത്മിക ലോകത്തിലെത്തുന്നു. അവിടെയാണെങ്കിലോ യാതൊരു ദുഃഖങ്ങളില്ല, അശാന്തിയില്ല, അവിടെ ഒന്നും തന്നെ ഇല്ല, വീണ്ടും ജന്മം എടുക്കേണ്ടി വരില്ല. അതാണ് പരമമായിട്ടുള്ള മോക്ഷം, മുക്തി, പരമപദപ്രാപ്തി എന്നെല്ലാം പറയുന്നത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം കഴിഞ്ഞ നിനക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വരില്ല, പുനർജന്മം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ആവർത്തന വിരസത വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രളയകാലത്തില് നീ ദുഃഖിക്കുന്നുമില്ല. ഇനി സർഗാദിയില് അല്ലെങ്കിൽ വിസർഗാദിയില് ബ്രഹ്മാവ് ഭൗതിക പ്രകൃതിയെ സൃഷ്ടിക്കുന്ന സമയത്ത് നീ ജന്മം എടുക്കുന്നില്ല, നീ സന്തോഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇന്നത്തെ മന്ത്രിമാര് പറയുന്ന വളച്ചൊടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഭഗവാൻ ഇവിടെ നൽകിയിരിക്കുന്നത്. അർജുന, ഈ കാണുന്നതെല്ലാം എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ അധ്യായത്തില് ഭഗവാൻ പറഞ്ഞു, ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നുള്ള ജനിച്ചിട്ടുള്ള ത്രിഗുണങ്ങളാണ് നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അത് അർജുനനിൽ ചെറുതായിട്ടൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാൻ അവന്റെ ആ കാര്യങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ചിട്ട് വിസ്തരിക്കാനായിട്ട് ആരംഭിച്ചു. കാരണം പുരുഷ പ്രകൃതിസ്തോഹി ഭുങ്ക്തേ പ്രകൃതി ജാൻ ഗുണാൻ എന്നുള്ളൊരു ശ്ലോകം പറഞ്ഞു 13-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകത്തില്. ഈ പുരുഷൻ
ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് നമ്മെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്ഷരപുരുഷനായിട്ടുള്ള ആത്മാവും അതുപോലെ തന്നെ ആ ക്ഷേത്രജ്ഞനായിട്ടുള്ള പരമാത്മാവും ഒന്നും തന്നെ ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നില്ല. ജീവാത്മാവും പരമാത്മാവും സാക്ഷിയായിട്ടിരിക്കുകയാണ്. അത് ശുദ്ധ ചൈതന്യമാണ് എന്നെല്ലാം പറഞ്ഞു. പിന്നെ ആരാണ് ചെയ്യിക്കുന്നത് ഞങ്ങളെ കൊണ്ട്? ഞങ്ങൾക്ക് ദേഷ്യം വരുന്നത് പ്രകാരമാണ്. അതിതും ചെയ്തു പോകുന്നത് പാപപുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അർജുനൻ തോന്നി, ഇതെന്താണ്? ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് ജനിച്ചിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അവ എപ്രകാരമാണ് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നെല്ലാം ചിന്തകൾ വന്നിരിക്കാം. അതിനുള്ള ഉത്തരമാണ് അർജുനൻ ചോദിക്കാതെ തന്നെ ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയാൻ പോകുന്നത്. ഭഗവാൻ പറഞ്ഞു, അർജുന, മമയോ നിർമഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. അർജുന, ഈ ബ്രഹ്മം എന്നറിയപ്പെടുന്ന ഈ ഭൗതിക പ്രകൃതി ഉണ്ടല്ലോ, ഈ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്ന ത്രിഗുണങ്ങളാണ് എല്ലാത്തിനും കാരണം. ഈ ഭൗതിക പ്രകൃതിയിലാണ് ഞാൻ എൻ്റെ ഗർഭാധാരണം നടത്തുന്നത്. കാരണം പ്രകൃതി സ്വതവേ ജഡമാണ്, അതിനൊന്നും തന്നെ സാധ്യമല്ല. ഒരു ബൾബിനെ പോലെയാണ്, ഒരു ട്യൂബ് ലൈറ്റിനെ പോലെയാണ്, ടിവിയെ പോലെയാണ്, മിക്സിയെ പോലെയാണ്, ഫ്രിഡ്ജിനെ പോലെയാണ്. എപ്പോഴാണ് അത് വൈദ്യുതിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത്? അപ്പോൾ മാത്രമേ അത് ആ പ്രവർത്തനക്ഷമമാകൂ. ഇല്ലെങ്കിൽ പ്രവർത്തനരഹിതമായിട്ട് അവിടെ ഇരിക്കും, ജഡവസ്തുവിനെ പോലെ. പ്രകാശം തരില്ലേ, ശബ്ദം തരില്ലേ, ചൂട് തരില്ലേ, തണുപ്പ് തരില്ല. പക്ഷെ എപ്പോഴാണ് ഇലക്ട്രിസിറ്റി ഉണ്മയുമായിട്ട് ബന്ധപ്പെടുന്നത്? അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പ്രകാശവും വൈദ്യുതിയും ശബ്ദവും എന്തൊക്കെയാണ് അതിൽ നിന്ന് ലഭിക്കും. അത് ഓരോ വസ്തുവും ഏതേത് രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നോക്കൂ, വൈദ്യുതി ഒന്ന് തന്നെയാണ്. ബൾബിലും ട്യൂബിലും ഫ്രിഡ്ജിലും എ സിയിലും എന്ന് വേണ്ട സകലത്തിലും പ്രവേശിക്കുന്നത് ഒരേ വൈദ്യുതിയാണ്. അല്ല, എൻ്റെ ചൂടാക്കുന്ന വൈദ്യുതി വേറെ, തണുപ്പിക്കുന്ന വൈദ്യുതി വേറെ, പ്രകാശം തരുന്ന വൈദ്യുതി വേറെ. അങ്ങനെയാണോ നിങ്ങളുടെ വീട്ടില്? ഇല്ല, ഒരേ വൈദ്യുതി തന്നെ. പക്ഷെ എങ്ങനെയാണ് വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത്? അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ ജഡവസ്തുവിൽ നിന്ന് ആ ജഡോപാധിയിൽ കൂടെ ഉണ്മയാകുന്ന വൈദ്യുതി കടന്നു പോകുമ്പോഴാണ് കിട്ടുന്നത്. അതുപോലെ ഭൗതിക പ്രകൃതിയാകുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ച ആ സത്വരജോതമ ഗുണങ്ങൾക്ക് അധീനനായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ കൂടെ ആ ജീവാത്മാവും പരമാത്മാവും പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഓരോരോ വ്യത്യസ്ത സ്വഭാവങ്ങൾ പ്രകടമാക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മം എന്നറിയപ്പെടുന്ന ഈ പ്രകൃതിയില് ഞാൻ ഗർഭാധാരണം ചെയ്യുന്നു. ഇതിൽ നിന്നാണ് സർവചരാചരങ്ങളും ഉണ്ടായത്. ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചതാണ് 9-ാം അധ്യായത്തിലൊക്കെയും. സർവയോനിഷു കൗന്ദേയ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭഗവാൻ, കാരണം ഞാൻ വീണ്ടും ഉപദേശിച്ചു തരാമെന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു. അതുകൊണ്ട് ഒരു റിവിഷൻ പോലെ അല്ലെ, ആ ഡിസംബർ വരെ പഠിച്ചത് എന്താണ്, അതായിരിക്കും പിന്നെ ജനുവരി ഫെബ്രുവരിയിലെല്ലാം കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാം. വീണ്ടും ഒരു ചെറിയ റിവിഷൻ, എന്നാലോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ. അതേമാതിരി തന്നെ ആവർത്തിക്കില്ല. അതുപോലെ ഭഗവാൻ ഇതുവരെയ്ക്കും പറഞ്ഞ കാര്യങ്ങള് കുറച്ച് ആവർത്തിച്ച് അതിന്റെ കൂടെ മസാലയെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ പറഞ്ഞു തരുന്നു. അർജുന, എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയിൽ ഞാൻ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്? സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയാഹ താസാം ബ്രഹ്മമഹത് യോനി അഹം ബീജപ്രദപിതാ. അർജുന, എല്ലാത്തിന്റെയും പിതാവ് ഞാനാണ്. ഭഗവാൻ പറഞ്ഞു, പിതാഹമസ്യ ജഗതഃ മാതാ ദാദാ പിതാമഹഃ. 9-ാം അധ്യായത്തിൽ എല്ലാം ഞാൻ തന്നെയാണ്. നിന്റെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും മുത്തച്ഛനും മുത്തച്ഛയും ചേട്ടനും ചേച്ചിയും അല്ലെ, ആ ഇളയച്ഛനും വലിയച്ഛനും എല്ലാം ഞാൻ തന്നെയാണ്. ഞാനില്ലാതെ ഒന്നുമില്ല. അതുപോലെ ഇവിടെ എല്ലാ ബീജവും പ്രദാനം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. എല്ലാത്തിന്റെയും പിതാവും പിതാമഹനും എല്ലാം ഞാൻ തന്നെയാണ്. സർവയോനികളിലും 84 ലക്ഷം ജീവയോനികളിലും ഞാൻ തന്നെയാണ് ബീജാധാരണം നടത്തുന്നത്, ഗർഭാധാരണം നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളും അതിനോടൊപ്പം തന്നെ ജനിക്കുന്നു. ഏതൊക്കെയാണ്? അർജുനൻ ചോദിച്ചു, ഏതൊക്കെയാണ് ഈ പ്രകൃതി ജാൻ ഗുണാൻ എന്ന് പറഞ്ഞു. ഈ പ്രകൃതിയിൽ നിന്ന് ജനിച്ചിട്ടുള്ള ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരൂ. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെന്താ, പറഞ്ഞു തരാം അർജുന, കേട്ടുകൊള്ളൂ. സത്വം രജസ്തമ ഇതി ഗുണാ പ്രകൃതി സംഭവാഹ നിബധ്നന്തി മഹാഭാഹോ ദേഹേ ദേഹിനമവ്യയം. അർജുന, ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് 3 ഗുണങ്ങളാണ്, ത്രിഗുണങ്ങളാണ്. ഏതൊക്കെയാണ്? സത്വം, സത്വഗുണം,
നല്ല ഗുണം, ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. ഇനി അതിന്റെ താഴെയുണ്ട് ഏതാണ്? രജഹ, രജോ ഗുണം. ഏറ്റവും താഴെയുള്ളതുണ്ട് തമോ ഗുണം. നോക്കൂ, ഇവിടെ ചീത്തത് നല്ലത് എന്നൊരു കാഴ്ചപ്പാട് ഒരിക്കലും വെക്കാൻ പാടില്ല. കാരണം എന്താണ്? ഭൗതിക പ്രകൃതിയിൽ നിന്നാണ്. ഭൗതിക പ്രകൃതിയാകട്ടെ ഭഗവാന്റെ അംശവുമാണ്, അല്ലെ? എപ്പോഴും പറയാറുണ്ട് മമ മായ ദുരത്യ, എന്റെ ഭൗതിക പ്രകൃതി, എന്റെ മായ, എന്റെ മഹാമായ, എന്റെ യോഗമായ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്റെ എന്ന് പറയുമ്പോ ആരുടേതാണ്? ഭഗവാന്റെ. അപ്പൊ ഭൗതിക പ്രകൃതി ആരുടേതാണ്? ഭഗവാന്റെ. അപ്പൊ ആ ഭഗവാനിൽ നിന്നുണ്ടായത് മോശാവോ? ഇല്ല. അയ്യേ മായ പിടിപ്പെട്ടു, അയ്യോ അവനെ മായ ഇതാക്കി, വൃത്തിക്കേട്, അശ്ലീലം, അല്ല, അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. കാരണം എന്താണ്? ഈ ഭൗതിക പ്രകൃതി ഭഗവാന്റേതാണ്. ഭഗവാന്റെ ഒന്നും തന്നെ മോശാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മളെങ്ങനെ സമീപിക്കുന്നു, നമ്മളെങ്ങനെ തരണം ചെയ്യുന്നു, നമ്മളെങ്ങനെയാണ് അതിനെ സാംശീകരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളും പ്രകൃതി സംഭവാഹ, ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാനുമായിട്ട് പ്രത്യക്ഷമായിട്ട് ബന്ധമില്ല, പരോക്ഷമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അത് ഭൗതിക പ്രകൃതിയാണ്, അതിന്റെ ഉടമസ്ഥാവകാശം. നിബധ്നന്തി മഹാബാഹോ, അല്ലയോ മഹാബാഹോ, മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവനെ. ഭഗവാന്റെ പ്രോത്സാഹനം നോക്കൂ. നിബധ്നന്തി, ഇതിനെ ബന്ധിക്കുന്നു. നിശേഷേണ ബന്ധന്തി, നല്ല പോലെ ബന്ധിക്കുന്നു. ദേഹേ ദേഹിനാം അവ്യയം, ഈ ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ദേഹിയെ, അവ്യയമായ ദേഹിയെ ദേഹം കൊണ്ട് ബന്ധിക്കുന്നു. നോക്ക്, ഇവിടെ ആത്മാവ് എന്നല്ല പറയുന്നത്. ഭഗവാന്റെ പ്രസ്താവനകളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കണക്കാക്കാൻ. എവിടെയൊക്കെയാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ചൈതന്യത്തെ കുറിച്ച് പറയുന്നത്, അവിടെ ആത്മാവ്, പരമാത്മാവ് അങ്ങനെയൊക്കെ പറയും. പക്ഷെ എവിടെയാണ് ബദ്ധനായിട്ടിരിക്കുന്നത്, ബദ്ധാത്മാവായിട്ടിരിക്കുന്നത്, ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ വിഭിന്നാംശമായിട്ടുള്ള നമ്മള് ശരിക്കും എന്താണ്? നമ്മളും സത്ത് ചിത്ത് ആനന്ദ സ്വരൂപിയാണ്, ഉണ്മയാണ്, പരിശുദ്ധമാണ്. നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ശുദ്ധാത്മാവാണ്, ശുദ്ധ ചൈതന്യമാണ്. പക്ഷെ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് എന്തുണ്ടാവുന്നു? ബദ്ധാത്മാവായിട്ട്, അയ്യോ ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ ബാലനാണ്, ഞാൻ വൃദ്ധനാണ്, ഞാൻ വിരൂപനാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ BJP കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, സംഘിയാണ്, കൊങ്ങിയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, ശൂദ്രനാണ്, ദീക്ഷ എടുത്തവനാണ്, ദീക്ഷ എടുക്കാത്തവനാണ്, ഇങ്ങനെ പലതരത്തിലുള്ള ഭേദങ്ങൾ വരും. എപ്പോഴാണ്? ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കൊണ്ട്. പക്ഷെ നമ്മളാണെങ്കിലോ ശുദ്ധ ചൈതന്യം, സച്ചിദാനന്ദ സ്വരൂപനാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് ഇവിടെ ദേഹേ ദേഹിനമവ്യയം, ഇവിടെ ദേഹത്തിലിരിക്കുന്ന ബദ്ധാത്മാവായിട്ടുള്ള ദേഹിയെ, ആത്മാവിനെയല്ല, ആ ശരീരമാണെന്ന് അഭിമാനിക്കുന്ന ജീവനെ മനസ്സിലാക്കണം വളരെ വ്യക്തമായിട്ട്. കാരണം എന്താണ്? ആത്മാവിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാ ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ആത്മാവിനെ ബന്ധിക്കുക? അപ്പൊ ആത്മാവിനെയല്ല ബന്ധിക്കുന്നത്, മറിച്ച് ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ബദ്ധാത്മാവായിട്ടുള്ള ജീവസ്വരൂപനായിട്ടുള്ള മിഥ്യാഹങ്കാരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ദേഹിയെ, അതിനെയാണ് ബന്ധിക്കുന്നത്. ഭഗവാന്റെ പദങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. പല പല സ്ഥലങ്ങളില് ആ ആത്മാശബ്ദം, ദേഹശബ്ദം, ദേഹി ശബ്ദം, ശരീരി, ശരീരം എന്നൊക്കെ പറയുമ്പോ ബദ്ധാത്മാവായിട്ടുള്ള ജീവസ്വരൂപനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ആത്മാവിനെ കുറിച്ചിട്ടല്ല. കാരണം എന്താണ്? ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപനാണ്, അതിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇതിൽ 2ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. പിന്നെ എങ്ങനെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അതിനെ ബന്ധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിനെയല്ല, മറിച്ച് ആ ജീവനായിട്ടുള്ള ബദ്ധാത്മാവായിട്ടുള്ള ആ ദേഹിയെ, ശരീരിയെയാണ് ബന്ധിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതെല്ലാം വന്നു ചേർന്നതാണ്. വന്നു ചേർന്നതിനെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. സാരിയില് പ്രിന്റോട് കൂടിയിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ പറ്റില്ല. സാരി വാങ്ങി വീട്ടിൽ വന്ന് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ കുമ്മായമോ കളറോ അല്ലെങ്കിൽ പൊടിയോ പിടിച്ചു കഴിഞ്ഞാൽ തുടച്ചു കളയാൻ പറ്റും, ഒന്ന് കഴുകിയാൽ മതി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വന്നു ചേർന്നതാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതെല്ലാം പറയുന്നത്. അപ്പൊ അർജുനൻ ചോദിച്ചു, എനിക്ക് എല്ലാത്തിനെയും കുറിച്ച് വിശദമായിട്ട് അറിയണം എന്റെ ഗോവിന്ദ, നീ അങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് ആയോ വരുത്. സത്വഗുണം എന്താണ്? സത്വഗുണ സ്വഭാവിയായിട്ടുള്ള ആളുകള് എങ്ങനെയാണ് പെരുമാറുന്നത്, സംസാരിക്കുന്നത്, അവൻ എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, അവനെ പ്രകാരമാണ് ഭക്ഷണം കഴിക്കുന്നത്, അവനെങ്ങനെയാണ് പുസ്തകം വായിക്കുന്നത്, അവനെങ്ങനെയാണ് സത്സംഗത്തിൽ പോകുന്നത്, അവനെങ്ങനെയാണ് ക്ലാസ്സുകൾ കേൾക്കുന്നത്, എല്ലാം എനിക്ക് അറിയാനായിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞു. ഭഗവാന് സന്തോഷമായി. ശ്രദ്ധാലുവായിട്ടുള്ള അതാതോ ബ്രഹ്മ ജിജ്ഞാസ,
ആ ബ്രഹ്മജ്ഞാനത്തിന് അർഹൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ പറഞ്ഞു, വിശദമായിട്ട് ഞാൻ ഓരോ ഗുണത്തിനെ കുറിച്ചും പറഞ്ഞു തരാം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ച് ഇത്രയും വാചാലനായിട്ട് അല്ലെങ്കിൽ ഇത്രയും നല്ല പോലെ ഉപന്യസിച്ച് വിസ്തരിച്ചു പറയുന്ന ഒരു ഗ്രന്ഥം വേറെയില്ല. ഭഗവത്ഗീതയുടെ ഏറ്റവും ശ്രേഷ്ഠത അതാണ്. ഒരു കാര്യം ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ വള്ളി പുള്ളി കുത്ത് കോമ എല്ലാതും നല്ല പോലെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഒരു സംശയം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെയാണ് നമ്മൾ ഏതോ സംശയമാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യമേ തന്നെ നല്ല ഉത്തരങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ആധ്യാത്മിക ഗുരുവാണ് കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായിട്ടുള്ള നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഖ്യേന ബധ്നാതി ജ്ഞാനസംഖ്യേന ചാനക അനഘ അലയോ പാപരഹിത. നോക്കൂ, ഭഗവാന്റെ രണ്ടാമത്തെ നേരത്തെ മഹാബാഹു എന്ന് പറഞ്ഞു, മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവനെ, ശത്രുക്കളെ തോൽപ്പിക്കാൻ സാധിക്കുന്നവനെ, അല്ല ആ വലിയ വലിയ മഹത്തരമായിട്ടുള്ള ജോലികളെല്ലാം നിർവഹിക്കാൻ കഴിയുന്നവനെ. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ പറയാം അനഘ പാപരഹിത. പക്ഷെ നമ്മുടെ റോട്ടിൽ കൂടെ പോകുമ്പോ വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ പാടി ദൈവമേ സ്വോത്രം, പാപികളെ വരൂ, മഹാപാപികളെ വരൂ. നോക്കൂ, അവരുടെ കാഴ്ചപ്പാട് നമ്മുടെ കാഴ്ചപ്പാട് നോക്കൂ. നമ്മളോട് പറയുന്നു പാപരഹിത വരൂ, പരിശുദ്ധാത്മാവേ വരൂ. അവിടെ മറ്റുള്ള ആൾക്കാർ പറയാ മഹാപാപികളെ വരൂ. എന്റെ സുഹൃത്തെ, ഞങ്ങൾ മഹാപാപികളാണെങ്കിൽ, നിങ്ങൾ മഹാപാപികളാണെങ്കിൽ നിങ്ങളുടെ പിതാവായിട്ടുള്ള ആള് എത്രയോ പാപിയായിരിക്കണം. ആലോചിച്ചു നോക്കൂ. ഞങ്ങൾ പാപമില്ലാത്തവരാണ്, അപ്പൊ ഞങ്ങളുടെ പിതാവും എപ്രകാരമാണ് ആലോചിച്ചു നോക്കൂ. അതാണ് നിങ്ങളുടെ പിതാവും ഞങ്ങളുടെ പിതാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ. അപ്പൊ ആരും പാപിയായിട്ട് ജനിക്കുന്നില്ല. എല്ലാവരും സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ വിഭിന്നാംശമാണ്, ദാസന്മാരാണ്, അദ്ദേഹത്തിന്റെ അംശമാണ്. പിന്നെ എങ്ങനെ പാപം ഉണ്ടാവാ? സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. നമ്മൾ എല്ലാവരും എറ്റേണൽ ആണ്, ബ്ലിസ്ഫുൾ ആണ്, അല്ലെ, നോളജബിൾ ആണ്, എല്ലാതും തികഞ്ഞിരിക്കുകയാണ് നമ്മളില്. പിന്നെ ഒരിക്കലും പാപം ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും പറയാണ് അനഘ പാപരഹിത, പാപം ചെയ്യാത്തവനെ, പാപം ചെയ്യാൻ സാധിക്കാത്തവനെ, അഥവാ ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അതെല്ലാം നിവർത്തിക്കാൻ കഴിവുള്ളവനെ. ഇതൊക്കെയാണ് അനഘ എന്നതിന്റെ അർത്ഥം. പാപരഹിത എന്താണ്? സത്വഗുണം നിർമ്മലമാണ്. ആരിലാണോ സത്വഗുണം നിറഞ്ഞിരിക്കുന്നത് അവനൊരു പരിശുദ്ധ ഭാവന ഉണ്ടായിരിക്കും, നിർമ്മലത്വം ഉണ്ടായിരിക്കും, അവന്റെ മുഖത്തൊരു പ്രകാശമെല്ലാം ഉണ്ടായിരിക്കും, അവന്റെ തലയ്ക്ക് ചുറ്റും ഒരു വെളിച്ചമെല്ലാം ഉണ്ടായിരിക്കും, കണ്ണുകളിൽ തിളക്കമുണ്ടായിരിക്കും, അവന്റെ വദനങ്ങനെ പ്രസാദം കൊണ്ട് നിർമ്മിച്ചിരിക്കും, ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരിക്കും, കണ്ണുകളിലെല്ലാം ഒരു ദയ ഉണ്ടായിരിക്കും. അതാണ് നിർമ്മലമായിട്ടുള്ള ഒരു ഭാവം ഉണ്ടാവും. പ്രകാശകമനാമയം, പ്രകാശം ഉണ്ടായിരിക്കും. LED ബൾബ് ഫിറ്റ് ചെയ്തിട്ടാണോ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എല്ലാത്തിനെയും നല്ല രീതിയിൽ കാണുവാനായിട്ട് സാധിക്കും. എപ്പോഴാണ് നമുക്ക് വസ്തുക്കളെ കാണാൻ സാധിക്കുന്നത്? പ്രകാശമുള്ളപ്പോ. ഇരുട്ടുള്ളപ്പോ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. അയ്യോ, ഒന്നും കാണാൻ സാധിക്കുന്നില്ലല്ലോ, വെളിച്ചില്ലല്ലോ, ടോർച്ച് അടിച്ച ലൈറ്റ് ഇട്ട് അല്ലെങ്കിൽ മൊബൈലിന്റെ അത് ഓൺ ചെയ്തെന്നൊക്കെ നമ്മൾ പറയും. കാരണം എന്താണ്? അന്ധകാരമുള്ള സമയത്ത്, ഇരുട്ടുള്ള സമയത്ത് നമുക്കൊന്നും കാണാൻ പറ്റില്ല. പ്രകാശമുള്ള മങ്ങിയ പ്രകാശമെങ്കിലും വേണം. പ്രകാശത്തിന്റെ തീവ്രത അനുസരിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇവന്റെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രകാശകമാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, കൈ, കാല് എല്ലാതും പ്രകാശം കൊണ്ട് വസ്തുവിനെ യഥാർത്ഥമായിട്ട് അറിയുന്നു. അതാണ് ഇവിടെ. അല്ലാണ്ട് പ്രകാശം അവന്റെ ചുറ്റും ഒരു തമിഴ് ലോറി പോണമാര് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ബസ് പോണമാര് 10-25 ലൈറ്റ് ഇട്ടിട്ട് പോണ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ധരിക്കരുത്. അവന്റെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രകാശപൂരിതമാണ്. എല്ലാത്തിനെയും വ്യക്തമായിട്ട് അവന് കാണാൻ സാധിക്കുന്നു. ആർക്ക്? സത്വഗുണപ്രധാനികൾക്ക്. കാരണം അവന്റെ ഇന്ദ്രിയങ്ങളെല്ലാം നിർമ്മലമാണ്, പരിശുദ്ധമാണ്, പാപം ചെയ്യാത്തതാണ്, പ്രകാശവുമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് അർജുന, ഇവരുടെ കാര്യം ചെറിയൊരു ന്യൂനത ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു ന്യൂനത. എന്താണ്? സുഖസംഖ്യേന ബധ്നാതി, സുഖം കൊണ്ട് അവനെ ബന്ധിച്ചിരിക്കുന്നു. ക്ലാസ്സൊക്കെ നന്നായിട്ട് രാജേന്ദ്ര പ്രഭു കാണാൻ നല്ല സുന്ദരനാണ്, തലക്കെട്ടൊക്കെ ഉണ്ട്, ഓ ക്യാമം നല്ല ക്യാമനായിട്ടൊക്കെ ഇരിക്കണ എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു അഹങ്കാരം വരും. അപ്പൊ ഇങ്ങനെ ഒരു ക്യാമത്തരൊക്കെ ഉണ്ടാവും. അപ്പൊ സുഖം കൊണ്ടും ആദരവ് കൊണ്ടും ധനം കൊണ്ടും പ്രശസ്തി കൊണ്ടും എല്ലാം അവനെ ബന്ധിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ചിന്ത എന്താണ്? അടുത്ത ജന്മത്തിലും ഈ ഹരേ കൃഷ്ണയില് ഇങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് കിട്ടണേ, 10 പേര് എന്നെ കുറിച്ച് പറയണേ, കുറച്ച് ചില്ലറ തടയണേ, ആചാര്യദക്ഷിണയ്ക്കും കിട്ടണേ, അങ്ങനെയുള്ള ചിന്ത വന്നിട്ട് മരണസമയത്തും നമ്മള് വീണ്ടും ഭൂമിയിൽ ജനിക്കേണ്ടി വരും. അയ്യോ കഷ്ടം. ഇതാണ് സുഖസംഖ്യേന ബധ്നാതി, ബന്ധിക്കുന്നു.
അവിടെ തമോ ഗുണപ്രധാനിയെ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണെങ്കിൽ രജോ ഗുണപ്രധാനിയെ വെള്ളി ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു, സത്വഗുണപ്രധാനിയെ സ്വർണ്ണ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ സത്വഗുണപ്രധാനി പറയാ, കണ്ട സ്വർണത്തിന്റെ ചങ്ങല എന്റെ കാലുമേ, കണ്ടോ എന്റെ കയ്യില് സ്വർണത്തിന്റെ ചങ്ങലയാ, എന്റെ വിലങ്ങ് കണ്ട സ്വർണം കൊണ്ടാ. അയ്യോ കഷ്ടം, ബന്ധനം തന്നെയല്ലേ. അപ്പൊ ഇവിടെ എന്നാലും ആ പ്രാധാന്യം കൊണ്ടും പ്രശസ്തി കൊണ്ടും അല്ലെ സുഖം കൊണ്ടും എല്ലാം സംഖ്യാന ഒട്ടിച്ചേരല് കൊണ്ട്, സുഖത്തും കൊണ്ടും ധനം കൊണ്ടും സമ്പത്ത് കൊണ്ടും പേരു പ്രശസ്തി കൊണ്ടും എല്ലാം ആ ഒരു ഒട്ടിച്ചേരല് കൊണ്ട് അവനെ സ്വർണ്ണച്ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു അർജുന. വേറെ കുഴപ്പമൊന്നുമില്ല. അവന് നിർമ്മലമാണ്, അവൻ പരിശുദ്ധനാണ്, അവന് ദയുണ്ട്, കാരുണ്യമുണ്ട്, എല്ലാത്തിനെയും യഥാർത്ഥമായിട്ട് അറിയാൻ സാധിക്കും. ഒരു കാര്യം പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും. സത്വഗുണപ്രധാനിയാണ്, കോപം അധികം പേരില്ല അവന്, കാമക്രോധമോഹങ്ങൾക്കൊന്നും അടിമയല്ല, എല്ലാത്തിനും അതീതനാണ്. പക്ഷെ എന്താണ്, അവൻ സുഖം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ രജോ ഗുണപ്രധാനി എങ്ങനെയാണ്? കഷ്ടം, അർജുനന് ദുഃഖം സഹിക്കാൻ പറ്റില്ല, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പൊ എന്നെ പോലുള്ള രജോ ഗുണപ്രധാനികളെ പ്രകാരമായിരിക്കും ഭഗവാനെ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, നിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. രജോ രാഗാത്മകം വിദ്യേ തൃഷ്ണാസംഗ സമുദ്ഭവം തന്നിഭഗ്നാദി കൗന്ദേയ കർമ്മസംഖ്യേന ദേഹിനം. രജോ ഗുണം രാഗസ്വരൂപനാണ്. അനുരാഗം, രാഗം, അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്നുള്ള ചിന്തകളെ കൊണ്ട് മനസ്സിങ്ങനെ കലുഷിതമായിരിക്കും. വിക്ഷേപ കലുഷിതമായിട്ടുള്ള മനസ്സിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. അങ്ങനെ തൃഷ്ണയെ, ദാഹത്തെ ഉണ്ടാക്കുന്നു. അത് ലഭിക്കണം, അത് ലഭിച്ചേ തീരൂ. സംഘത്തെ ഉണ്ടാക്കുന്നു, കണ്ണെപ്പോഴും അതിലായിരിക്കും. രാജ്യം കിട്ടണം, പദവി കിട്ടണം, ആ സ്ത്രീയെ കിട്ടണം, ആ പുരുഷനെ കിട്ടണം, ആ ധനം കിട്ടണം. ഇങ്ങനെ സംഘം ഒട്ടിച്ചേരലുണ്ടാക്കുന്നു. അത് കർമ്മത്തിനുള്ള ആസക്തി ഉണ്ടാക്കുന്നു. കർമ്മം ചെയ്യണം, എനിക്ക് ധനം സമ്പാദിക്കണം, പേരും പ്രശസ്തിയും ഉണ്ടാക്കണം, എനിക്ക് ആ വീട് വാങ്ങണം, എനിക്ക് ആ കെട്ടിടം വാങ്ങണം, എനിക്ക് ആ ഉദ്യോഗം വേണം, എനിക്ക് ആ കാറ് വേണം, എനിക്ക് ആ മൊബൈല് വേണം, എനിക്ക് ആ രാജ്യം വേണം, അതിന് ഞാൻ കീഴടക്കും എന്നുള്ള രജോ ഗുണപ്രധാനി ഇവിടെ ആ വെള്ളിച്ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുന്നു. അവന് കുറച്ച് കഠിന പരിശ്രമം ചെയ്യണം. കാരണം എന്താണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കഴുതയെ പോലെ അല്ലെങ്കിൽ ഒരു കുതിരയെ പോലെ ഒരു കാളയെ പോലെ ജോലി എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പണവും പ്രശസ്തിയും സമ്പാദിക്കുവാനായിട്ട്. തൃഷ്ണകളുണ്ട് അവന് രാഗമുണ്ട്, അവന് അനുരാഗമുണ്ട്, അവന് കാമമുണ്ട്. അത് പൂർത്തീകരിക്കുവാനായിട്ട് ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് വീണ്ടും കർമ്മഫലം ഉണ്ടാവും, വീണ്ടും കർമ്മം ചെയ്യുന്നു, അതിൽ നിന്ന് ആഗ്രഹങ്ങൾ ഉണ്ടാകും, അത് പൂർത്തീകരിക്കുവാൻ വീണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ സംസാര ചക്രത്തിൽ അവൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. അർജുനൻ പറഞ്ഞു, ഭയങ്കര കഷ്ടം. ഇനി തമോ ഗുണപ്രധാനി എങ്ങനെയായിരിക്കും? എന്റെ വീടിന്റെ അടുത്ത് കുറച്ച് ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ദുര്യോധന ദുശാസനാദികളുണ്ട്. അവരുടെ അഭിപ്രായം എന്താണ്? പറയൂ ഭഗവാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തമസ്തജ്ഞാനജം വിദ്യേ മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭി തന്നിബജ്ഞാതി ഭാരതാം. അല്ലയോ അർജുന, ഈ തമോ ഗുണം, ഈ തമസ് അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരു വസ്തുവിനെ കുറിച്ചിട്ടുള്ള ആ വിരോധാഭാസമായിട്ടുള്ള ഒരു അറിവിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. സർവജീവജാലങ്ങളെയും ഇത് വ്യാമോഹിപ്പിക്കും, വ്യാമോഹമുണ്ടാകും. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിപ്പിക്കും, ഉള്ളതില്ലാത്തതെന്ന് തോന്നിപ്പിക്കും. നേരെ തിരിച്ചാമറിച്ച് അത് വ്യാമോഹമുണ്ടാക്കുന്നു, മോഹമുണ്ടാകുന്നു. നിന്നെ പോലെ അർജുനനെ ഇപ്പൊ വ്യാമോഹത്തിലാണ്. അവസാനമാണ് പറയുന്നത് നഷ്ടോ മോഹ സ്മൃതി ലബ്ധാന്ന്. അപ്പോ ഈ തമോ ഗുണം പ്രമാദം, ഒരു മടി ഉണ്ടാക്കും, ആലസ്യം, താല്പര്യക്കുറവ്, അല്ലെ, നിദ്ര, അജ്ഞാനം. ഈ ക്ലാസ്സൊക്കെ ഇപ്പൊ വീഡിയോക്ക് ക്ലാസ് കേൾക്കുമ്പോ വീഡിയോ ഇത് അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും എന്റെ മുന്നിൽ, കാണാൻ പറ്റില്ല എന്ന് മാത്രം, അല്ലെ, സുഖമായിട്ട്. അല്ലെങ്കിൽ പേപ്പർ വായിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പച്ചക്കറി നോക്കുന്നുണ്ടാവും, താല്പര്യം ഇല്ലാണ്ട്. പ്രമാദം, നിദ്ര, ആലസ്യം, ഇതിലും മുങ്ങിയിട്ട് ഉറക്കം തൂങ്ങികളെ പോലെ പിരിക്കുന്നുണ്ടാവും. ഇപ്രകാരം ക്ലാസ്സിന് വന്നാലും കാണാൻ സാധിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ അടഞ്ഞു മഹാപ്രസാദേ ഗോവിന്ദ്. ഞെട്ടി എനിക്ക് അവര് അത് സപ്താഹത്തിന് പോയാൽ അങ്ങനെ തന്നെ, നമ്മുടെ സൺഡേ ക്ലാസ്സിന് പോയാൽ അങ്ങനെ തന്നെ. ഓ താല്പര്യക്കുറവ് ആർക്കാണ് ഉണ്ടാകുന്നത്? അജ്ഞാനത്തിൽ നിന്ന് ആരാണ് ഉണ്ടാകുന്നത്? പ്രമാദം, ആലസ്യം, നിദ്ര, ഇതൊക്കെയും ആർക്കാണ് വരുന്നത് ആധ്യാത്മിക ജീവിതത്തില്? അവരെല്ലാം തമോ ഗുണികളാണെന്ന് അറിഞ്ഞാലും. നോക്കൂ, ഇതെല്ലാം മറ്റുള്ളവരുടെ തെറ്റുകൾ കാണിച്ചു തരുവാനോ ചൂണ്ടിക്കാട്ടുവാനുള്ള ചൂണ്ടുപലകകളായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്.
കണ്ട ആ മാതാജിനെ കുറിച്ച് പറഞ്ഞത്, കണ്ട ആ പ്രഭുവിനെ കുറിച്ചിട്ടാ പറഞ്ഞത്, കണ്ട എന്ന് പറയരുത്. ഇതെല്ലാം നമ്മുടെ കണ്ണാടികളാണ്, നമ്മുടെ മുഖത്തുള്ള അഴുക്ക് മാറ്റാനുള്ള, നമ്മളെ നല്ല രീതിയിലേക്ക് ജീവിതം നയിക്കാനുള്ള ചൂണ്ടുപലകകളാണ്. അല്ലാണ്ട് മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനുള്ള പദങ്ങളായിട്ട് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വ ഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് ശുദ്ധ സത്വാവസ്ഥയിലേക്കും നയിക്കുവാനായിട്ട് ഭഗവാൻ തരുന്ന ഉപദേശങ്ങളായിട്ട് പല പല കണ്ണാടികളായിട്ട് വേണം ഈ ശ്ലോകങ്ങളെയെല്ലാം എടുക്കുവാനായിട്ട്. ഇനി അറിയാൻ ആഗ്രഹമുണ്ട്, ഗോവിന്ദ എനിക്ക് മതിയായിട്ടില്ല, നീ വെറുതെ ഇങ്ങനെ കുറച്ച് വാക്യങ്ങളെ കൊണ്ട് പറയാതെ സത്വഗുണത്തിനെ കുറിച്ചിട്ട് മുഴുവൻ പറഞ്ഞ് എങ്ങനെയാണ് ഇവരിൽ ജ്ഞാനം ഉദിക്കുന്നത്? ഭഗവാൻ പറഞ്ഞു, സത്വം സുഖേ സഞ്ജയതേ രജകർമ്മണി ഭാരത ജ്ഞാനമാവൃത്യതൂതമാ പ്രമാദേ സഞ്ജയത്യുതാ. അല്ലയോ അർജുന, ഭരതവംശത്തിൽ ജനിച്ചവനെ, ഭാരതത്തിൽ ജനിച്ചവനെ, സത്വഗുണം ജീവനെ, ഇബദ്ധാൽപാവായിട്ടുള്ള നമ്മളെ സുഖത്തിൽ ആസക്തനാക്കുന്നു. നമ്മളെ ക്ലാസ് എടുക്കാൻ വിളിപ്പിക്കും, നമുക്ക് കുറച്ച് ദക്ഷിണ തരും, കുറച്ച് പട്ട് തരും, നമുക്ക് മേലങ്കി തരും, ഷാള് തരും, അല്ലെ, 2 വാക്ക് സംസാരിക്കാൻ പറയും, പ്രഭു അവിടെ വരണം, അത് ഉദ്ഘാടനം ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അങ്ങനെ സുഖത്തിൽ നമ്മൾ ആസക്തനായിട്ട് ജീവിതം നയിക്കും. രജോ ഗുണമാകട്ടെ കർമ്മത്തിലും, കാരണം അവന് പൂർത്തീകരിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്, അവന് കുറെ ആഗ്രഹങ്ങളുണ്ട്, അനുരാഗങ്ങളുണ്ട്, അത് പൂർത്തീകരിക്കാൻ അവൻ കർമ്മബദ്ധനാകുന്നു. തമോ ഗുണമാകട്ടെ വിവേകത്തെയെല്ലാം മറച്ച് അപ്രമാദം കൊണ്ടും ആലസ്യം കൊണ്ടും അവൻ ജീവിതം തള്ളി നീക്കുന്നു. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തദാ. അല്ല ഗോവിന്ദ, അച്യുത, ഒരു വ്യക്തി എപ്പോഴും ഇപ്രകാരമാണോ? 365 ദിവസവും ജീവിതകാലം മുഴുവൻ ഇങ്ങനെയാണോ? അവന് ഇതിൽ നിന്നും മാറ്റം വരാൻ സാധിച്ചില്ലേ? ഭഗവാന് സന്തോഷായി. ഭഗവാൻ പറയുന്നു, അല്ലല്ല, ചില സമയത്ത് രജോ ഗുണം തമോ ഗുണത്തെ അതിക്രമിക്കും, ചിലരില് സത്വഗുണമായിരിക്കും അധികരിച്ചു നിൽക്കുക, ചില സമയത്താകട്ടെ ഈ തമോ ഗുണം ആ സത്വഗുണത്തിനെയും അധികരിച്ച് രജോ ഗുണപ്രധാനിയായിട്ട് നിൽക്കുന്നു. അങ്ങനെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 സമയത്തും 3 വ്യത്യസ്ത കാഴ്ചപ്പാടായിരിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസങ്ങളിലും ഒരു വ്യക്തി 3 കാഴ്ചപ്പാടോട് കൂടിയിട്ടായിരിക്കും, 3 മനസ്സോട് കൂടിയിട്ടായിരിക്കും. രാവിലെ അമ്പലത്തിലെല്ലാം പോവും, കുളിച്ച് കുറി തൊടും, അല്ലെ, ഒരു മഞ്ഞക്കുറി, ഒരു ചുവപ്പക്കുറി, നടുവില് വെള്ളക്കുറി, ഭസ്മം, അത് ഇതൊക്കെ ആയിട്ട് ഓ പരിശുദ്ധ ഭക്തൻ, ദേവനാണോ എന്ന് വിചാരിക്കും. ഉച്ചയ്ക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജോലിക്കാരെ എല്ലാം ചീത്ത വിളിച്ച്, അല്ലെ, അത് വായയിൽ തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞ് ഒരു രാക്ഷസനെ പോലെ, രാസുരനെ പോലെ ആയിരിക്കും. ജോലിക്കാർക്കെല്ലാം ദേഷ്യം വരും. ഈ മനുഷ്യൻ കാലത്ത് ദൈവത്തെ പോലെ വന്ന്, ദേവനെ പോലെ വന്ന്, ഇതാ അത് ഇതൊക്കെ വിളിച്ചു പറയുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തുന്നത് എപ്രകാരമായിരിക്കും? 2 അടിച്ച്, ജവാനൊക്കെ അടിച്ച് വീട്ടിൽ വന്ന് ഭാര്യയെയും മക്കളെയും നല്ലപോലെ പെരുമാറി ചവിട്ടി കൂട്ടി നാട്ടുകാർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത വിധത്തിൽ. നോക്കണേ, ഒരു മനുഷ്യന്റെ അവസ്ഥ ഒരു ദിവസത്തിൽ തന്നെ ഇപ്രകാരമായിരിക്കും കാണാൻ സാധിക്കും. നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ 100 കണക്കിന് ആൾക്കാർ ഇപ്രകാരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു ഗുണം എപ്പോഴും ഒരാളില് നിറഞ്ഞിരിക്കില്ല. തമോ ഗുണം രജോ ഗുണത്തിനെ അതിക്രമിക്കും, രജോ ഗുണം തമോ ഗുണത്തിനെ അതിക്രമിക്കും, രജോ ഗുണം സത്വഗുണത്തിനെ അധികരിക്കും, സത്വഗുണം തമോ ഗുണത്തിനെയും അധികരിക്കും. ഇതെല്ലാം നാം വളർത്തിയെടുക്കേണ്ടതാണ്. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം സത്യമിത്യുതാം. എപ്പോഴാണ് അർജുന ഒരാളുടെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രകാശപൂരിതമായിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ മാതിരി ലൈറ്റ് ഫിറ്റിയിലല്ല, അവിടെ LED ബൾബ് ഇടലല്ല, മറിച്ച് അവന്റെ കണ്ണുകളും മൂക്കുകളും നാക്കുകളും ത്വക്കും, അല്ല, ചെവികളും കയ്യും കാലും എല്ലാം നല്ല പോലെ പ്രവർത്തിക്കുന്നത്, ശരിയും തെറ്റും മനസ്സിലാക്കുന്നത്, വസ്തുക്കളെ ആളുകളെ എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത്. ചിലർക്കൊക്കെ 1 മണിക്കൂർ സംസാരിച്ചാൽ മതി നാം എത്തരക്കാരനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വേഷഭൂഷാദികളെ കൊണ്ട് കോട്ടും സൂട്ടും മാലയും എല്ലാം ഇട്ട് വന്നാലും വിഡ്ഢികളെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും, പൊങ്ങച്ചക്കാരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും, പ്രഹസനം ചെയ്യുന്നവരെ തിരിച്ചറിയാൻ സാധിക്കും, ശുദ്ധ സത്വസ്വരൂപന്മാരെയും തിരിച്ചറിയാൻ സാധിക്കും, പാവങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും, അല്ലെ, എല്ലാവരെയും തിരിച്ചറിയാൻ സാധിക്കും അവരുടെ സംസാരം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനോഭാവം കൊണ്ട്, കാഴ്ചപ്പാട് കൊണ്ട്. അതുപോലെ ആരുടെ ഇന്ദ്രിയങ്ങളാണ് പ്രകാശപൂരിതമായിട്ട് എല്ലാ വസ്തുക്കളെയും യഥാതഥമായി കാണുന്നത്, അവൻ അപ്പോൾ സത്വഗുണത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ലോഭ പ്രവർത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃതേ ഭരതർഷമാ.
ചില ആളുകള് ലോഭം, പ്രവൃത്തി, കാമം, ക്രോധം ഇതെല്ലാം കൊണ്ട് ഓടി നടന്ന് അല്ല കർമ്മവാസനയോട് കൂടിയിട്ട് അശാന്തി, തീരാത്ത ആഗ്രഹം ഇതെല്ലാം വെച്ച് പുലർത്തുകയാണെങ്കിൽ അവൻ രജോ ഗുണത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവൻ ആ സമയത്ത് രജോ ഗുണിയാണ്. അവനില് രജോ ഗുണമാണ് ഉയർന്നു നിൽക്കുന്നത്. മറ്റു ഗുണങ്ങളൊക്കെ ഇല്ലേ പ്രഭു? പിന്നെ സത്വഗുണവുമുണ്ട്, തമോ ഗുണവുമുണ്ട്. പക്ഷെ അതെല്ലാം 5% 10% ഉണ്ടാവുള്ളൂ. 80% അധികരിച്ചു നിൽക്കുന്നത് ഏതാണ്? രജോ ഗുണമാണെന്ന് മനസ്സിലാക്കണം. അപ്രകാശോ പ്രവർത്തിശ്ച പ്രമാദോ മോഹ ഏവച തമസ്യേധാനി ജായന്തേ വിവൃധേ കുരു നന്ദന. അല്ലയോ കുരുവംശത്തിൽ ജനിച്ചവനെ അർജുന, ബുദ്ധിയിലെ വെളിവെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രവർത്തിക്കാതിരിക്കുക, പിഴവ് സംഭവിക്കുക, എപ്പോഴും തെറ്റ് ചെയ്യാം. എന്റെ പ്രഭു എത്ര പ്രാവശ്യമായി പറയുന്നു അങ്ങനെ ചെയ്യരുതെന്ന് മാതാജി. മനസ്സിലാവില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലോ സോറി പ്രഭു ക്ഷമിക്കണേ, നാളെ ശരിക്കും ചെയ്യാന്ന് പറയും. നാളെ അത് തന്നെ ചെയ്യും. കാരണം താല്പര്യക്കുറവ് അവർക്ക്. വേണമെന്ന് ചെയ്യും, എന്നെ കൊണ്ട് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ചെയ്താൽ മതി, വേണമെങ്കിൽ അനുസരിച്ചാൽ മതി. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടല്ല ഉറക്കം തൂങ്ങികൾ കുറെ ഉണ്ടാവും. 10 പ്രാവശ്യം വരണോ പ്രഭു, വേണമെങ്കിൽ വരാം എന്നൊക്കെ വിചാരിച്ച് വല്ലവർക്കും വേണ്ടിയിട്ട്, അവനവന് വേണ്ടിയിട്ടല്ല. ഇങ്ങനെ ആ വിവേകം നഷ്ടപ്പെട്ടുകൊണ്ട് ബുദ്ധിക്ക് മാന്ദ്യം സംഭവിച്ചുകൊണ്ട് തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇതേ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ സാധിക്കുക. ചില സമയത്ത് അവര് നല്ല കാര്യങ്ങൾ ചെയ്യും, ആ സമയത്ത് അവരില് സത്വഗുണമായിരിക്കും ഉയർന്നു നിൽക്കുക എന്ന് മനസ്സിലാക്കണം. യഥാ സത്വേ പ്രവർത്തേതു പ്രളയം യാതി ദേഹഭൃ തദോത്തമവിദാം ലോകാൻ അമലാൻ പ്രതിബദ്ധ്യതേ. അല്ല ഗോവിന്ദ, ഈ സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ ആളുകള് മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് എത്തിച്ചേരുക? ഈ രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് മരണം സംഭവിക്കുന്നത്. അവർക്ക് എന്താ സംഭവിക്കുക? ഭഗവാൻ പറയാ, സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാൾ ഉത്തമജ്ഞാനികളുടെ പുണ്യലോകങ്ങളിൽ എത്തിച്ചേരും. അവര് ഭൂമിക്ക് മുകളിലുള്ള അമഹർ ലോകം, ജനലോകം, സത്യലോകം തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ലോകങ്ങളിൽ എത്തിച്ചേരും. രജസി പ്രളയം ഘത്വാ കർമ്മസംഗിഷു ജായതേ തദാ പ്രരീനസ്തമസേ മൂഢയോനിഷു ജായതേ. രജോ ഗുണം വികസിച്ചിരിക്കുമ്പോൾ, രജോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആ ബദ്ധനായിട്ടുള്ള ജീവൻ കർമ്മസംഖ്യകളുടെ ഇടയിൽ വന്ന് ജനിക്കുന്നു. നമ്മുടെ ഭൂമിയില് ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നെട്ടോട്ടമൊടുങ്ങുന്ന വലിയ വലിയ ആളുകളുടെ കുടുംബത്തിൽ വന്ന് ജനിക്കുന്നു. അപ്രകാരം തന്നെ തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴാകട്ടെ മൂഢയോനികളിൽ ചെന്ന് പരക്കുന്നു. ചിലപ്പോൾ മൃഗമായിട്ടോ, പക്ഷിയായിട്ടോ, രാക്ഷസനായിട്ടോ, അസുരനായിട്ടോ, താഴ്ന്ന കുലങ്ങളിലോ അല്ലെങ്കിൽ താഴ്ന്ന ജാതികളിലോ അല്ലെങ്കിൽ ഭൂമിക്ക് താഴെയോ അതല വിതല സുതല തലാതല ലോകങ്ങളിലോ ജനിക്കുന്നു. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, നല്ല ബ്രാഹ്മണരുടെയും ദീക്ഷ എടുത്തവരുടെയും മക്കളായിട്ട് ജനിക്കുന്നു. അല്ല 365 ദിവസവും കഴുതകളെ പോലെ ജനിക്കുന്ന ആളുകളുടെ ഇടയിൽ ജനിക്കുന്നു. അല്ലെങ്കിൽ ആഫ്രിക്ക, ഉഗാണ്ട തുടങ്ങിയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള രാജ്യങ്ങളില് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പറ്റാതെ കിടക്കുന്ന രാജ്യങ്ങളിൽ ചെന്ന് ജനിക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്റെ ഒക്കെ പഠിച്ചു നമ്മൾ അല്ലെ. ഒരു ബ്രാഹ്മണനില് 70% സത്വഗുണം, 20% രജോ ഗുണം, 10% തമോ ഗുണം. ഇനി ക്ഷത്രിയനാകട്ടെ 70% രജോ ഗുണം, 20% സത്വഗുണം, 10% തമോ ഗുണം. ഇനി വൈശ്യനാകട്ടെ അവനിലും 70% രജോ ഗുണം തന്നെയാണ്. പക്ഷെ സത്വഗുണം അവന് 10% ഉണ്ടായിരിക്കുള്ളൂ, രജോ ഗുണമാകട്ടെ 20% ഉണ്ടായിരിക്കും. ഇനി ശൂദ്രനാകട്ടെ ഏതായിരിക്കും ഉയർന്നു നിൽക്കുന്നത്? തമോ ഗുണം 70%, രജോ ഗുണം 20%, സത്വഗുണവും ഉണ്ടായിരിക്കും. എത്രയായിരിക്കും? വെറും 10%. ഇതാണ് ആ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശഃ. ആ ചാതുർവർണ്ണ്യം ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യശൂദ്രന്മാരെയും ഞാൻ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. നോക്കൂ, ഇതൊക്കെ ഏകദേശ കണക്കാണ് കേട്ടോ, അല്ലാണ്ട് ഇതൊന്നും നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്ക് പറഞ്ഞു, അത്രയേ ഉള്ളൂ. കർമ്മണ സുഹൃദസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസ്തസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം. സത്കർമ്മങ്ങളുടെ ഫലം എന്തായിരിക്കും? നിർമ്മലമായിട്ടുള്ള സാത്വിക ലോകങ്ങള്, അവിടെ എത്തിച്ചേരുന്നു. ഇനി രാജസകർമ്മത്തിന്റെ ഫലം എന്താണ്? ദുഃഖമാണ്, അവൻ ഭൂമിയിൽ ജനിക്കേണ്ടി വരും. താമസകർമ്മത്തിന്റെ ഫലം എന്താണ്? അജ്ഞാനം, അവൻ അജ്ഞാനികളുടെ ലോകത്തിലോ ഭൂമിക്ക് താഴെയോ ജനിക്കേണ്ടി വരും.
ഇനി സത്വഗുണത്തിൽ നിന്ന് എന്തുട്ടൊക്കെയാ നമുക്ക് ലഭിക്കുക? സത്വഗുണം ഞാൻ വളർത്തിയെടുത്തു പ്രഭു, എനിക്ക് എന്തുട്ടാ ലാഭം? ലാഭം പറഞ്ഞു തരുന്നു. സത്വാ സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവച പ്രമാദമോഹോ തമസഃ ഭവതു ജ്ഞാനമേവച. അർജുന, സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാകുന്നു. ജ്ഞാനിയാവണമെങ്കിൽ, എല്ലാത്തിനെയും കുറിച്ചിട്ടൊരു അറിവുണ്ടാകണമെങ്കിൽ സത്വഗുണം വളർത്തിയെടുക്കണമെന്ന് സാരം. രജോ ഗുണപ്രധാനികൾക്കോ തമോ ഗുണപ്രധാനികൾക്കോ ജ്ഞാനം ഉണ്ടാവില്ല. രജോ ഗുണത്തിൽ നിന്ന് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, ആശ ഉണ്ടാകുന്നു, മോഹമുണ്ടാകുന്നു, അത് കാമമുണ്ടാകുന്നു. തമോ ഗുണത്തിൽ നിന്ന് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു, വ്യാമോഹം ഉണ്ടാകുന്നു, അജ്ഞാനം ഉണ്ടാകുന്നു, അറിവില്ലായ്മ ഉണ്ടാകുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ, അല്ലെ? ജ്ഞാനം വേണമെങ്കിൽ സത്വഗുണപ്രധാനിയാകൂ, കാമം രാഗം അനുരാഗമെല്ലാം വേണമെങ്കിൽ നിങ്ങൾ രജോ ഗുണപ്രധാനിയാകൂ. ഒന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ ഇരുന്നാ മതി, അറിവില്ലായ്മ തെറ്റിദ്ധാരണ അതും മതി എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ തമോ ഗുണപ്രധാനിയാവൂ. ഒരു വിരോധമില്ല ഭഗവാന്. ഇനി നമ്മുടെ മരണസമയത്ത് അധികരിച്ചു നിൽക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു, അതൊന്നും കൂടി വിശദീകരിക്കൂ ഭഗവാനെ. ഊർധം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസാഹ ജഗന്യ ഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസാഹ. സത്വഗുണ സമ്പന്നന്മാർ ഊർധ്വലോകങ്ങളെ പ്രാപിക്കുന്നു. അവര് ഭൂമിക്ക് മുകളിലുള്ള പിതർലോകം, ജനലോകം, മഹർലോകം, ബ്രഹ്മലോകം അഥവാ സത്യലോകം തുടങ്ങിയിട്ടുള്ള ലോകങ്ങളിലേക്ക് പോകുന്നു. രജോ ഗുണപ്രധാനികളാകട്ടെ ഇടയ്ക്ക് ഈ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നു. നികൃഷ്ട ചേഷ്ടകളോട് കൂടിയിട്ടുള്ള തമോ ഗുണ സ്വഭാവികളാകട്ടെ അധോലോകങ്ങളായിട്ടുള്ള അതലവിതല സുതല പാതാള നരകലോകങ്ങളെ പ്രാപിക്കുന്നു. അർജുന, നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടാനു പശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോതി ഗച്ഛതി. അർജുന, ഇതെല്ലാം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് ചെയ്യിക്കുന്നത്. ജീവാത്മാവിനോ പരമാത്മാവിനോ ഇതിൽ യാതൊരു കൈയില്ല. ഈ ഗുണങ്ങൾക്കെല്ലാം അതീതനായിട്ടുള്ള ഒരു പരമനിരപേക്ഷ സത്യമുണ്ട്, ഭഗവാനുണ്ട്, ഈശ്വരനുണ്ട് എന്നൊരു സത്യം നീ എപ്പോഴും മനസ്സിലാക്കണം. ഈ ഭഗവാനാകട്ടെ ഈശ്വരനാകട്ടെ ഈ പരമനിരപേക്ഷ സത്യമാകട്ടെ ഗുണങ്ങളൊന്നും അദ്ദേഹത്തിനെ സ്പർശിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ആ അവസ്ഥയിലേക്ക് എത്തേണ്ടത്? ഗുണാനേതാനദീത്യത്രീൻ ദേഹി ദേഹ സമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖേ വിമുക്തോ മൃതമശ്നുതേ. ആ ദേഹാഭിമാനിയായിട്ടുള്ള ദേഹത്തിലുള്ള ജീവനുണ്ടല്ലോ, ദേഹി ശരീരി, അത് ദേഹോൽപത്തിക്ക് കാരണമായിട്ടുള്ള ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെയെല്ലാം അതിക്രമിക്കണം. അതിക്രമിച്ചാൽ മാത്രമേ ജന്മമൃത്യുജരാവ്യാധികളിൽ നിന്ന് മുക്തനായിട്ട് നമുക്ക് അബ്രഹ്മാനന്ദം, പരമാനന്ദം, അപരമപദത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുള്ളൂ. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ആരാണ് വിടുതൽ ചെയ്യുന്നത്? ആരാണ് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് വിമുക്തനാകുന്നത്? അവന് മാത്രമേ മുക്തി മോക്ഷം ലഭിക്കുകയുള്ളൂ. നോക്കൂ, ഇത് കേട്ടപ്പോ അർജുനന് വിഷമമായി. അങ്ങനെയാണോ? അതെന്താ അങ്ങ് ആദ്യം പറയാതിരുന്നത്, ഇപ്പൊ പറയണത്? അല്ല, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അർജുനൻ ചോദിക്കുന്നത്. അർജുന ഉവാച, കുന്തിപുത്രനായ അർജുനൻ ഭഗവാനോട് ചോദിച്ചു, കൈർലിംഗ സ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാര കഥം ചെയ്താൻ ത്രീൻ ഗുണാനതി വർത്തതേ. അല്ല, എപ്രകാരമാണ് ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിക്കുവാൻ, കവച്ചു വെക്കുവാൻ സാധിക്കുന്നത്? അങ്ങ് പറഞ്ഞുല്ലോ, കവച്ചു വെച്ചാൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ. എനിക്ക് മോക്ഷം വേണം, എനിക്ക് വൈകുണ്ഠ ലോകത്തിലെത്തണം. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരണം അങ്ങ്, എപ്രകാരമാണ് ഇതിനെ കവച്ചു വെക്കുവാൻ സാധിക്കുക? അല്ല, ഈ കവച്ചു വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ? മരിച്ചു കഴിഞ്ഞാലേ കവച്ചു വെക്കാൻ പറ്റുള്ളൂ, അതിക്രമിക്കാൻ പറ്റുള്ളൂ? ജീവിച്ചിരിക്കുമ്പോ പറ്റൂ? ഗോവിന്ദ, എനിക്ക് ഇപ്പൊ തന്നെ പരിശ്രമിക്കണം, നാളെ തൊട്ട് ഞാൻ അതിനെ അതിക്രമിക്കും. ഇങ്ങനെയുള്ള ആളുകളുടെ ലക്ഷണം എന്താണ്? എനിക്ക് ചുറ്റുമെല്ലാം ആളുകളുണ്ടോ ഇതുപോലെ കവച്ചു വെച്ചവര്? സത്വഗുണത്തെയും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും എല്ലാം. അവരുടെ ലക്ഷണങ്ങൾ എന്താണ്? അപ്പൊ എനിക്ക് അവരെ കണ്ടുപിടിക്കാലോ, അവരോട് ചോദിക്കാലോ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു തരാം. ശ്രീ ഭഗവാനുവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവർത്താനി നിവൃത്താനി കാംക്ഷതി. ഇനി ആ ലക്ഷണങ്ങളാണ് പറയുന്നത്. ആ ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ നമ്മൾ പഠിച്ചു. 8 ശ്ലോകങ്ങളില് 36 ഗുണങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ സ്ഥിതപ്രജ്ഞ ലക്ഷണം പഠിച്ചു നമ്മൾ 2-ാം അധ്യായത്തില്. ഇങ്ങനെ കുറെ ലക്ഷണങ്ങൾ പഠിച്ചു. അതിന് സമാനമായിട്ടുള്ള ഒരു പരിശുദ്ധ ഭക്തന്റെ അല്ലെങ്കിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് വിടുതൽ ലഭിച്ച
ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാം ഏകദേശം സ്ഥിതപ്രജ്ഞ ലക്ഷണത്തോടും സദൃശ്യമുള്ളതാണ്. ഭക്തന്റെ അതിനോട് സദൃശ്യമുള്ളതാണ്. എല്ലാത്തിനോടും സദൃശ്യമുള്ളതാണ്. അപ്പൊ എളുപ്പമാണ്. മറ്റേതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതും അതിനോടൊപ്പം തന്നെ വന്നു ചേരും. അർജുന, സത്വഗുണധർമ്മമായിട്ടുള്ള പ്രകാശത്തെയും പ്രവൃത്തിയെയും മോഹത്തെയും ഉള്ളപ്പോൾ ആരാണ് ദ്വേഷിക്കാത്തത്? ആർക്കാണ് ദേഷ്യം വരാത്തത്? ആരാണ് ഒരു ഇഷ്ടവസ്തുവിനോട് കൂടുതൽ ഇഷ്ടം തോന്നാത്തത്? ഇഷ്ടാനിഷ്ടങ്ങളെയെല്ലാം ഒരുപോലെ കരുതുന്നത്, എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നത്? അവൻ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ചവനാണ്. ഉദാസീനവദാസീനം ഗുണര്യോ ന വിചാല്യതേ ഗുണവർത്തന്ത ഇത്യേവ യോവതിഷ്ഠതി നേംഗതേ. അവൻ ഉദാസീനനെ പോലെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവന് യാതൊരു ആഗ്രഹങ്ങളില്ല. അവന് സത്വഗുണത്തിലോ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ഒന്നുമില്ല. പദവിയിലും ഇല്ല, സ്ഥാനമാനങ്ങളിലോ ഒന്നിലും ആഗ്രഹമില്ല. അവനും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ചവനാണ്. മാത്രമല്ല, ആരെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളൊന്നും നിന്നിലില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വെറുതെ മുഖത്തേക്കൊന്ന് നോക്കും. അങ്ങനെ യാതൊരു പ്രസ്താവന കൊണ്ടോ ആരുടെ മനസ്സാണ് ഇളകാത്തത്? അവനും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ചവനാണ്. സുഖ ദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മ കാഞ്ചനഃ തുല്യപ്രിയാ പ്രിയോ ധീര തുല്യനിന്ദാത്മ സംസ്തുതിഃ. സുഖദുഃഖങ്ങളില്, ലാഭനഷ്ടങ്ങളില്, മാനാപമാനങ്ങളില് ആരാണ് സമചിത്തനായിട്ട് ജീവിക്കുന്നത്? അവന് സ്വർണമെന്നോ കല്ലെന്നോ വെള്ളിയെന്നോ ഇരുമ്പെന്നോ യാതൊരു ഇതില്ല. എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നു. എന്ന് പറഞ്ഞാൽ പൊട്ടനാണോ അവൻ? മന്ദബുദ്ധിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവന് സ്വർണം എന്താണെന്നും അവന് കല്ല് എന്താണെന്നും ചെളിക്കട്ട എന്താണെന്നും എല്ലാം അറിയാം. പക്ഷെ ഇതൊന്നും എന്റെ ജീവിതത്തെ ബാധിക്കില്ല. ഇതെല്ലാം നിസാരമാണ്, ക്ഷണികമാണ്. എനിക്ക് വൈകുണ്ഠ ലോകത്തിലെത്തുന്നുള്ള ചിന്ത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അപ്പൊ ജീവാത്മാവിനെയും പരമാത്മാവിനെയും മാത്രമേ അദ്ദേഹം ദർശിക്കുന്നുള്ളൂ. ഭൗതിക വസ്തുക്കൾ ഒന്നും തന്നെ ദർശിക്കുന്നില്ല. കാണുന്നുണ്ട്, പക്ഷെ അവയിലൊന്നും യാതൊരു തരത്തിലുള്ള ദൃഷ്ടി പതിയുന്നില്ല. ആരാണ് അചഞ്ചലനായിട്ട് തന്റെ കർത്തവ്യങ്ങളെല്ലാം നല്ല പോലെ ആചരിച്ച് അനുഷ്ഠിക്കുന്നത്? ആരെങ്കിലും ചീത്ത പറഞ്ഞാലോ പ്രശംസിച്ചാലോ ഒന്നും തന്നെ വെറുതെ ഒന്ന് നോക്കും, ഹരേ കൃഷ്ണ പ്രഭു എന്ന് മാത്രം പറയുന്നു. യാതൊരു തരത്തിലുള്ള പ്രഹസനമോ തുള്ളിച്ചാടലോ കരച്ചിലോ ഒന്നുമില്ലാത്തവൻ ആരാണോ അവനാണ് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ചവൻ. അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. മാനാഭമാനയോ തുല്യാമിത്രാരി പക്ഷയോഹോ സർവാരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്ചതേ. അവൻ മാനത്തെയും അപമാനത്തെയും നിന്ദയെയും സ്തുതിയെയും ഒരുപോലെ കാണുന്നു. മിത്രത്തെയും ശത്രുവിനെയും ഒരുപോലെ പെരുമാറുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അറിയായിക കൊണ്ടാണോ? അല്ല, അവനറിയാം ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്, ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് മിതഭാഷിണിയായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ സ്വാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കാമ്യാവസ്ഥയില് കാമ്യകർമ്മങ്ങളൊന്നും ചെയ്യാതെ എപ്പോഴും ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുന്നവൻ ആരാണോ, ലോകത്തിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നല്ലതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവൻ ആരാണോ അവൻ ഗുണാതീതനാണ്. അവൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഇനി എങ്ങനെയാണ് ഗുണങ്ങളെ അതിവർത്തിക്കേണ്ടത് ഗോവിന്ദ? അതും കൂടി പറഞ്ഞു തരൂ, എന്നാലല്ല എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഭഗവാൻ പറയാ, മാം ജയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സാ ഗുണാൻ സമതി ചെയ്താൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഇത്. ഭഗവാൻ പറയാം, എന്നെ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ബ്രഹ്മമായിട്ടുള്ള പരമനിരപേക്ഷ സത്യമായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള എന്നെ ആരാണ് വ്യതിചലിക്കാത്ത ഭക്തിയോട് കൂടിയിട്ട് അനന്യചിത്തന്മാരായിട്ട് അന്യദേവതകളെ ഉപാസിക്കാതെ അന്യവസ്തുക്കളിലേക്ക് ദൃഷ്ടി പാതിക്കാതെ എപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് എന്നെ കണ്ടുകൊണ്ട് എനിക്ക് വേണ്ടി ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുന്നവനാരാണോ അവൻ ഈ സത്വരജോ തമോ ഗുണങ്ങളെയെല്ലാം അതിക്രമിച്ചുകൊണ്ട് അവൻ ബ്രഹ്മനിഷ്ഠനായി തീരുന്നു. അവൻ എന്റെ കാരണം എന്താണ്? ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ വ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച. അർജുന, ഞാൻ തന്നെയാണ് ബ്രഹ്മം, ഞാൻ തന്നെയാണ് പരമാത്മാവ്, ഞാൻ തന്നെയാണ് ഈശ്വരൻ, ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിയിട്ട് ആരാണോ യാതൊരു സ്വാർത്ഥ കാമനകളും കൂടാതെ എന്നെ നിരൂപാധികം സഗുണബ്രഹ്മത്തിലും അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തിലുമെല്ലാം ആരാധിക്കുന്നത് അവൻ എന്റെ ലോകത്തിലെത്തിക്കുന്നു. അവൻ പരമാനന്ദത്തെ ആരാധിക്കുന്നു. അവൻ ആത്മാരാമനായിട്ട് ഈ ജീവിതത്തില് മരണത്തിന് മുന്നേ തന്നെ
ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെയെല്ലാം അതിക്രമിച്ചുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു. അവൻ മരണം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വിചാരിക്കുന്നത് മരണം കഴിഞ്ഞിട്ടാണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്, മുക്തി കിട്ടുന്നത്, അവിടെ പഞ്ചസാര അലിഞ്ഞു ചേരുന്ന പോലെ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നത് അല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പരമപദത്തിൽ എത്തുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ആ മോക്ഷത്തിന് അർഹനായി തീരുവാനായിട്ട് സാധിക്കും. ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചാൽ ഉടനെ സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് വൈകുണ്ഠ ലോകത്തിലെത്തുവാനും സാധിക്കും. അതുകൊണ്ട് അർജുന, ആ അനന്യചിത്തന്മാരായിട്ട് അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ എന്ന് 9-ാം അധ്യായത്തിൽ പറഞ്ഞതിനെ വീണ്ടും ആവർത്തിച്ച്, കാരണം ഭഗവാൻ പറഞ്ഞു ഞാൻ നിനക്ക് വീണ്ടും പറഞ്ഞു തരികയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ആരംഭിച്ചത്. അപ്പൊ അത് തന്നെ വീണ്ടും വേറെ രീതിയിൽ പറഞ്ഞ്, അർജുന എന്നെ അനന്യചിത്തനായിട്ട് എന്നെ സർവാത്മശരണം പ്രാപിക്കൂ. ഞാൻ ഈശ്വരനാണ്, ഞാൻ ഭഗവാനാണ്, ഞാൻ ഇവിടെ അവതരിച്ചിരിക്കുന്ന ഒരു അവതാരിയോ അല്ലെങ്കിൽ ഒരു യാദവ കുട്ടിയോ അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ ഒരു കോമളനോ അല്ല. ഞാൻ പരമനിരപേക്ഷ സത്യമായിട്ടുള്ള ഭഗവാനാണ്. എന്റെ കർമ്മങ്ങളിലും ഒഴുകൂ, എന്നെ സ്മരിക്കൂ, എന്റെ ഭക്തനാവൂ, എനിക്ക് വേണ്ടി പ്രചാരം ചെയ്യൂ, എന്റെ പ്രതിനിധിയാകൂ എന്ന് പറഞ്ഞ് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. ഓം തത്സത്. ഇത് ശ്രീ മഹാഭാരതേ ശതസാഹിസ്രം സംഹിതായാം വൈയാംസിക്യാം ഭീഷ്മപർവണേ ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഗുണത്രയ വിഭാഗ യോഗോ നാമ ചതുർദശോധ്യായഃ. ഓം ശാന്തി ശാന്തി ശാന്തി.